ഹായ്, വെൽക്കം ബാക്ക്. ഇതാ കണ്ടോ, രാവിലെ ഇവിടെ ഭയങ്കര മഞ്ഞാണ്. പിന്നെ കുറച്ച് ടൈം കഴിയുമ്പോൾ അങ്ങനെ അങ്ങനെ കുറഞ്ഞു വരും. പിന്നെ കുറച്ച് സണ്ണിയാവും കേട്ടോ. പിന്നെ നൈറ്റ് പിന്നെയും ഇതുപോലെ, നൈറ്റല്ല നമ്മൾ ഈവനിങ് ആകുമ്പോൾ പിന്നെ ഇതുപോലെ മഞ്ഞൊക്കെ ആവും കേട്ടോ. അപ്പം ആദ്യം എണീക്കണേക്കാൾ മുമ്പ് പെട്ടെന്ന് എനിക്ക് രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ തീർക്കണം എന്നാണ് പ്ലാൻ. നമ്മൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഒന്ന് അവനെ പ്ലേ ഏരിയയിൽ കൊണ്ടുപോയി അവനെ ഒന്ന് കളിപ്പിക്കാൻ വിടാനായിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പം എനിക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ചും പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് കഴിച്ചിട്ട് വേണം പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ പ്ലാനുകളൊക്കെ തെറ്റിച്ച് ഒരാൾ എനിക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് വേറെ വഴിയൊന്നുമില്ല, നമുക്ക് TV വെച്ച് കൊടുക്കാം. അതാണ് ഇനിയിപ്പോൾ വേറെ ഒരു വഴി. അല്ലെങ്കിൽ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല. എനിക്കാണെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്ലീനിങ്ങൊക്കെ അവനെ TV കാണാൻ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഞാൻ രാവിലെ കാണിച്ചു തന്ന മഞ്ഞില്ലേ, അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 10:30 ടൈമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വെതർ ഓക്കെയാണ് ഇവിടെ. പിന്നെ ഇനി തണുപ്പ് തുടങ്ങുക ഒരു 5:30 കഴിഞ്ഞൊരു 6 o'clock ആവുന്ന ടൈമിൽ നല്ല തണുപ്പാവും. ഞാൻ എൻ്റെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം കേട്ടോ. ക്ലീൻ ചെയ്ത് കാര്യമൊന്നുമില്ല, ആദ്യം വന്ന് പിന്നെ അവിടെ കിടന്ന് ചാടി നിൽക്കും. അവനിങ്ങനെ ഒതുക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ടെൻഡൻസിയാണ് അതിൻ്റെ മുകളിൽ നിന്ന് ചാടുക എന്നുള്ളത്. ഇനി നമുക്ക് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കണം. വേറെ ഒന്നല്ല, ഞാൻ കുറേ കാര്യങ്ങളിങ്ങനെ മറന്നു പോകണം, അത് ഓർക്കാൻ വേണ്ടിയിട്ടാട്ടോ. എൻ്റെ മണി പ്ലാന്റ് ഞാൻ ഇന്നാണ് ശ്രദ്ധിച്ചത്, ഭയങ്കരമായിട്ട് ഡസ്റ്റി ആയിട്ടിരിക്കണം. ഞാനപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാണ്. അതിൻ്റെ ലീഫൊക്കെ ഞാൻ തുടച്ചു കൊടുക്കും. കാരണം വെള്ളം നമ്മൾ നല്ലോണം സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം ഭയങ്കരമായിട്ട് സോയിലിലെ വെള്ളം നല്ലോണം നിൽക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇതൊരു ക്ലീനിങ് എൻ്റെ പതിവാണ്. പിന്നെ ഈ മണി പ്ലാന്റ് എൻ്റെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളതാണ്. ഞാൻ കല്യാണം ഉറപ്പിച്ച ടൈമിൽ അമലിന് ഗിഫ്റ്റ് ചെയ്തൊരു സാധനമാണിത്. അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഞാൻ എടുത്തതാണ്. ഇനി നമുക്കൊന്ന് ഹോട്ട് ഓയിൽ ചെയ്താലോ എന്ന് വിചാരിച്ചു. തലയിൽ കുറച്ച് താരനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അതൊന്ന് ക്ലീൻ ആവാൻ ഒരു സെൽഫ് കെയർ, അത്രയേ ഉള്ളൂ. ആദ്യമാണെങ്കിൽ കുളിക്കാൻ വിളിച്ചിട്ട് വരുന്നേ ഇല്ല. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെയാണ്. പിന്നെ ഇവിടെ തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. അവൻ തീരെ കുളിക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം കുളിക്കാൻ വിളിക്കുമ്പോഴുള്ള പരിപാടികളാണ് കേട്ടോ. ലാസ്റ്റ് ഞാൻ എടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ച് അങ്ങ് കൊണ്ടുവന്നു. തല കുളിപ്പിച്ചിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ചെറിയൊരു കോൾഡ് ഉണ്ട്. അപ്പം അതാ ഇത് പാട്ടി ഇവനെ കൊണ്ട് തന്നതാട്ടോ, നമ്മുടെ അപ്പുറത്തെ ഫ്ലാറ്റിലെ. ഇനി നമുക്ക് കുറച്ച് മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാം.
ഇങ്ങനെ നമ്മൾ ഈ കുക്കിംഗ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. വേറൊന്നുമില്ല, മഷ്റൂം എടുക്കുക, കുറച്ച് സവാള, കുറച്ച് തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചക. അതിനുശേഷം നമ്മളിതാ കുക്കർ അടുപ്പത്ത് വെച്ചു. മസാല ആഡ് ചെയ്യാം. സവാള, തക്കാളി അത് വഴറ്റുക. മസാല ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. കുക്കറിലിടുക, അരിയിടുക, ഒരു വിസിൽ, സംഭവം സെറ്റ്. അപ്പോൾ ദാ നമ്മളിനി പ്ലേ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ടൈമാണ്. അവൻ ഭയങ്കര ഹാപ്പി ആട്ടോ. അവനറിയാം ഈ സ്ഥലം അവൻ്റെ പ്ലേ ഏരിയ ആണെന്ന്. നമ്മൾ മുമ്പൊരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് നടത്തം അത്ര സ്റ്റേബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവനെ നോക്കാനും. അവനെ കളിക്കാൻ വിടുമ്പോൾ നമ്മൾ കൂടെ പോകണം. ഇപ്പോഴാണെങ്കിലും നമ്മൾ കൂടെ പോകുന്നുണ്ട്. എങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് കുഞ്ഞു കുട്ടികളുടെ കളിക്കുന്ന സാധനമല്ലേ, അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കയറിയൊന്നും ചെയ്യാൻ പറ്റില്ല. മുമ്പ് ഇങ്ങനെ കയറിപ്പോകുന്നില്ലായിരുന്നു കേട്ടോ. ഭയങ്കര മുകളിലേക്കുള്ളതൊക്കെ പോവില്ലായിരുന്നു. അവന് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒക്കെ കണ്ടോ, അവൻ സിമ്പിളായിട്ട് കയറിപ്പോകുന്നുണ്ട്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അവന് ഒരു പേടിയില്ലാതെ അവൻ കയറിപ്പോകുന്നു. അവൻ അടിപൊളിയായിട്ട് എന്താ പറയുക, ഈ പ്ലേ ഏരിയയിൽ ഇപ്രാവശ്യം നല്ല പോലെ കളിച്ചു കേട്ടോ. ഈ റൗണ്ടിക്കോടൊക്കെ അവൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. പക്ഷെ അവൻ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. Happy Sisters Day. Friendship Day.
ഹായ്. ഇനി നമുക്കൊരു അൺബോക്സിങ് ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ ആമസോണിൽ നിന്ന് ഒരു ടു ഡു ലിസ്റ്റ് ബുക്ക് വാങ്ങിച്ചതാണ്. കാരണം കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോകുന്നു, അത് എഴുതാൻ വേണ്ടിയിട്ട്. മുമ്പൊരു ബുക്കിലാണ് എഴുതി വെച്ചിരുന്നത്. ഇതാകുമ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ബുക്കാകുമ്പോൾ നമുക്ക് നോക്കാൻ കുറച്ച് എളുപ്പമാണ്, പിന്നെ നമുക്ക് എഴുതാനും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലത്തെ ഒരു ബുക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇതാണ് ബുക്ക്. നല്ല ബുക്കാട്ടോ. നമുക്കപ്പോൾ അത് ഇനോഗ്രേറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ആട്ടിൻ കൂട്ട് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഫുള്ളിങ്ങനെ ആടുകളുടെ ശബ്ദമായിരിക്കും. അതൊരു രസമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.